ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ലോങ് വീഡിയോ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഈവനിങ് എന്ന് പറയും ഈവനിങ് വ്ളോഗായിട്ട് തന്നെ പറയാം. ഒരു 3 മണിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ഡേ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റൂമിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു. അപ്പോൾ അതുപോലെ എൻ്റെ റൂം എന്ത് ചെയ്തു പത്ത് കുഴപ്പനാക്കാന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല പരിപാടിയോടെ ഉണ്ടായിരുന്നു. കാരണം നല്ലതുപോലെ എന്ത് തലമുറയായിട്ടാണ് കിടന്നത്. ഓരോ സാധനങ്ങൾ താഴെ കിട്ടുന്നുണ്ട്. അതെല്ലാം ആദ്യം എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ പെയിൻറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. എന്നാൽ ഇട വെച്ച് ഞാൻ എന്ത് ചെയ്യും ബെഡ്ഷീറ്റ് എല്ലാം മാറ്റും. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ബെഡ്ഷീറ്റ് കൺഫേം വഴി ഞാൻ എന്ത് ചെയ്യും മാറ്റും. ഫസ്റ്റ് ഞാൻ ആദ്യം എന്ത് ബെഡ്ഷീറ്റ് മാറ്റിയാണ്. അതിൻ്റെ പുറത്ത് തന്നെ കുറേ ടോയ്സ് കിടക്കുകയാണ്. കാരണം അവന് കളിക്കാനായിട്ട് എന്ത് വെച്ച് കൊടുക്കണേ. ഇതൊരു അടിപൊളി ബുക്കാണ്. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വെജിറ്റബിൾസിൻ്റെയും എല്ലാത്തിൻ്റെ അടിപൊളി ബുക്കാണ്. ഇത് ഞാൻ വാങ്ങിയത് എൻ്റെ ഒരു വീഡിയോ വേണ്ടതാണ്. നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടുത്തെ ഒരു കടയിലാണ്. ഒരു ബുക്കിന് 50 രൂപയാണ്. നല്ല ലാഭമാണ്. നല്ല ക്വാളിറ്റി. നമ്മൾ സാധാ ബുക്കൊന്നും അല്ല. നല്ല എന്താ പറയുക, നല്ല കട്ടിയുണ്ട്. പെട്ടെന്ന് വലിച്ച് തീരാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള ബുക്കാണ്. അത്യാവശ്യം എന്താ പറയുക, കുഞ്ഞുമക്കൾക്ക് നല്ലതാണ്. എൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ തുടങ്ങി. ഞാൻ അടിയിൽ ഒരു കട്ടിയുള്ള പുറത്ത് വിരിച്ചിട്ട് മാത്രമേ പുറത്തെന്ത് ചെയ്യും ഒരു ബെഡ്ഷീറ്റ് വിരിക്കാറുള്ളൂ. കാരണം ബെഡ് കേടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഫോൺ യൂണിനൊക്കെ പാസ് ചെയ്യുമ്പോൾ അഥവാ ബെഡിലോട്ടായി നമുക്ക് ഭയങ്കര ഇതായിപ്പോലും എപ്പോഴും ബെഡ് കഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബെഡെല്ലാം കുട്ടിക്ക് ഓൺ ദ സ്പോട്ടിൽ അവൻ കയറി കിടന്നിട്ടുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടം എന്താ പറയുക, ബെഡ് വിരിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് അവിടെ നിലമ്പോൾ ഭയങ്കര ഇഷ്ടം. ഓൺ ദ സ്പോട്ടിൽ അവൻ്റെ അത് കയറിയിട്ടുണ്ട്. കിടന്ന് കളിക്കാനാണ്. ബെഡ്ഷീറ്റെല്ലാം വെച്ച് താഴെയാണ് മെയിൻ ഉദ്ദേശം, ഒന്നുമല്ല. അങ്ങനെ എൻ്റെ റൂം ക്ലീനിങ് ഒക്കെ ഒരു ഷടപടേന്നൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞായിരുന്നു. എനിക്ക് ഇതിനേക്കാളും ഒരു പരിപാടിയുള്ള ഇനി പുറത്ത് നല്ല വെട്ടിൻ്റെ പണിയായി കിടക്കുന്നത്. അതൊന്ന് ചെയ്യണം. നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒരു പണിയായി കിടപ്പുണ്ട്. അത് ചെയ്യണം. പിന്നെ ബെഡെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നേരെ പോയി ഷെൽഫ് കുറക്കാലം പോലെ അത് കിടന്നു. വോയിസ് ഇടുമ്പോൾ ചെറിയൊരു തീർപ്പ് കാരണം വേറെ ഒന്നുമല്ല. ഇതിൻ്റെ സൈഡിലൂടെ നല്ലപോലെ എപ്പോഴും വണ്ടി പോകും. രാത്രി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയിരുന്ന പുതിയ അവസ്ഥ തന്നെ. പുതിയതായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 5 മണിക്ക് നല്ലപോലെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. റൂം ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് വെയിൽ വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു, കുറച്ച് തുണികളെടുത്ത് വിരിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ റോഡിക്കൂട്ടൻ്റെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എന്ത് ചെയ്തു, കുറച്ച് ഇത് തലേന്ന് തന്നെ എന്ത് ചെയ്തു ഒരു തവണ ഇട്ട് ഉണങ്ങാൻ നമ്മൾ എന്ത് ചെയ്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ സ്പീഡിൽ എന്ത് ചെയ്തു റോഡിൽ കൂടെ ഒക്കെ താഴെയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡ്രസ്സുകൾ വിരിച്ചു തുടങ്ങി. കാരണം നല്ല മഴയായിട്ട് ഡ്രസ്സുകളൊന്നും ഉണങ്ങുന്നില്ല, ഒരുപാടുണ്ടായിരുന്നു. കാരണം ഇനിയും ഉണങ്ങി കിട്ടില്ലെങ്കിൽ പാടാണ്. കാരണം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഡെയിലി തന്നെ ഒരു 8 ജോഡി മാറും. അപ്പോൾ നമുക്ക് ഇതുപോലെ വാഷ് ചെയ്തിട്ടാലേ എന്തെങ്കിലും നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ താഴെ വന്നതിന് ശേഷം എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ അവൻ വലിച്ചൊരിക്കുന്നതാണ് അത്. പിന്നെ നേരെ എന്ത് ചെയ്ത് കിച്ചണിലേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എല്ലാം ക്ലീൻ ചെയ്ത് നേരത്തെ ഇത് കുക്കിംഗ് കഴിഞ്ഞിടങ്ങി. എനിക്ക് മൊത്തം പണി കിട്ടിയത് സ്റ്റാൻഡേർഡായി ഇതാണ്. ഇതെന്തെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇപ്പോൾ ചവറൊന്നും അധികം കത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കും അങ്ങനെ ഒരു ചേച്ചി വരും. അവർക്കായിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് എല്ലാം ഒരു കവറിലാക്കി എന്ത് ചെയ്യും ഓരോരോ ബണ്ടിലാക്കി ഞാൻ വെളിയിലിട്ട് വയ്ക്കും. അകത്ത് വയ്ക്കാൻ പറ്റില്ല. കാരണം അകത്ത് വെച്ച മോനെ എല്ലാം അവൻ തന്നെ എൻ്റെ അകലെല്ലാം വൃത്തിയിടാക്കി തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതുപോലെ ഈ ചവർ ഇടുന്നതിൻ്റെ സൈഡിൽ തന്നെ എടുത്തിടും. അവർ മന്ത്ലി ഫസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓരോ കവറായിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെപ്പാണ് പതിവ്. അപ്പോൾ ഇതുപോലെ കുറേ ഒരു 4-5 കവർ അധികം ഉണ്ടായിരുന്നു ഈ ഇതുപോലെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓരോ നേരത്തിൽ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ കവറെല്ലാം വലിച്ചു വാരിയിട്ടിരുന്നു. പക്ഷേ ഇത് ആര് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. മേബി നായ്ക്കൾ അങ്ങനെ ആരെങ്കിലും കാരണം ഇവിടെ പട്ടി ഡെയിലി വരാറുണ്ട്. ഇതുപോലെ ഡെയിലി വരാറുണ്ട്. അതായിരിക്കാം വലിച്ചു വാരിയിട്ട് എന്തെങ്കിലും അതിനെ ഫുഡ് ഇരിക്കണമോ എന്തെങ്കിലും 2 ആഴ്ച വലിച്ചു വാരിയിട്ടത്. അപ്പോൾ എനിക്ക് വന്ന ദിവസം ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല മഴക്കാണെങ്കിൽ ഒന്നും അനങ്ങണമില്ല. നല്ല പാടായിരുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഈ രാവിലെ ഉച്ചവരെയൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ. ചേട്ടനാണെങ്കിൽ സൺഡേസ് മാത്രമേ. അപ്പോൾ ഞാൻ 2 കളിപ്പിച്ച് എന്ത് ചെയ്ത് കണ്ടതുപോലെ കുറേ കവറിലാക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ സൺഡേസൊക്കെ ഞാൻ ഇത് ചെയ്യാം ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. എന്ത് പറയുക, തൂത്തിട്ടൊന്നും പോകാതെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് മൺവെട്ടി ഇട്ടൊക്കെയാണ് വലിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് തുടങ്ങി. മൊത്തം പ്ലാസ്റ്റിക്കുകളാണ്. ഇതെല്ലാം കുറച്ചൊക്കെ കത്തിക്കാൻ എടുത്ത് കുറച്ചൊക്കെ മാറ്റി അത് 2 സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വെച്ചിരുന്നത്. പക്ഷേ എല്ലാം നല്ല കുറവായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒരു 6.5 മണിക്കൂർ എൻ്റെ പ്രയത്നത്തിന് ശേഷം ഫൈനലി ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. നല്ലതാ രണ്ട് സൈഡ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് പുല്ലൊക്കെ കിടപ്പുണ്ട്. മഴയായിട്ട് പെട്ടെന്ന് വളർന്നു. ഇവിടെ 2-3 റോസാത്തായി നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ നല്ലതുപോലെ നാണ്ടടാ മഴ പെയ്തു. നല്ലൊരു മഴയായിരുന്നു. എൻ്റെ പണികളെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഞാൻ നേരെ എന്ത് ചെയ്തു, ചെറുതായിട്ട് മണങ്ങി എന്നാലും ഞാൻ പെട്ടെന്ന് അകത്ത് കയറി. പിന്നെ ലാസ്റ്റ് ലുക്കുന്നുണ്ടാകും. പിന്നെ ഞാൻ വേറൊക്കെ മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ നിൽക്കണേ. പിന്നെ പോയി ഞാൻ എന്ത് ചെയ്തു, കുളിച്ചിട്ടൊക്കെ വന്ന് മോനൊട്ടും എനിക്ക് ഉമ്മ കണ്ട് കരഞ്ഞ് കിടപ്പായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ചെയ്ത് നേരത്തെ ഇല കെട്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവനെ ഉറക്കി. പിന്നെ ചേട്ടൻ ഒരു 3 മണി 3:30 ആയപ്പോഴത്തി. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നേരെ വന്നതിൻ്റെ ആളെൻ്റെ ഫുഡാണ് ഫസ്റ്റ് കഴിച്ചത്. കഴിച്ചതിന് ശേഷം നമ്മൾ റെഡി ആയി എന്ത് ചെയ്തു, മോൻ ജസ്റ്റ് ഒന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം. പനി മാറുന്നില്ല, പനി മെയിനായിട്ട് ജലദോഷം മാറുന്നില്ല. അപ്പോൾ അവനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ നമ്മൾ കാറിലാണ് പോയത്. അഥവാ മഴ പെയ്ത വീണ്ടും നനയേണ്ടതെന്ന് വെച്ചാൽ കാറിൽ പോയി നമ്മൾ നേരത്തെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലാണ് ആദ്യം ഫസ്റ്റ് കൊണ്ടേ കാണിച്ചത്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റിൻ്റെ ട്രാവൽ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ കാറിലാണ് പോയത്. ഒരു 15 മിനിറ്റ് ശേഷമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലെത്തി. അവിടെ അത്യാവശ്യം എന്നും തിരക്കായിരിക്കും. ഇന്നും അതേപടി നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അവിടെ മെയിൻ പ്രശ്നം ബാക്കി എന്ന് പറഞ്ഞ ഒരാൾ ഒട്ടും വയ്യ. അമ്മച്ചിക്ക് അതുവരെ നേരെ വരണം കാണാം. പെട്ടെന്ന് അമ്മച്ചിക്ക് തലവേദന കളഞ്ഞു വരും. ഈ അമ്മച്ചി നമ്മളെന്ത് പെട്ടെന്ന് കിടക്കുക മിക്കവരും ഇങ്ങനെ തന്നെ. അയ്യോ അങ്ങനെ അവിടെ കീഴിലൊക്കെ നിന്ന് മോനൊക്കെ കാണിച്ച്. ഇവിടെ നമുക്ക് നേഴ്സ് ഡ്രോപ്സ് മാത്രമേ തന്നുള്ളൂ. പിന്നെ പുറത്തുനിന്ന് വൈറ്റമിൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു. അതിന് മൊത്തത്തിൽ കുഞ്ഞുങ്ങളായിട്ട് വെള്ളപ്പാട് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ്റെ മരുന്നൊക്കെ വന്ന് നമ്മളങ്ങനെ പുറത്തുനിന്ന് വൈറ്റമിൻ്റെ മരുന്നൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഒന്ന് ആളിപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയുടെ ഡ്രസ്സ് എനിക്ക് വാങ്ങിയത്. പിന്നെ വീട്ടിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ കാർ ഓടിച്ച് നേരെ നമ്മൾ ബൈക്കിൽ എന്ത് ചെയ്തു, വീടിൻ്റെ അടുത്തൊരു ചായ കടയിൽ പോയി. ഭയങ്കര ഇഷ്ടം ഉള്ളിയുടെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊരു മുളക് വെച്ചിട്ടാണ് പോയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നു. പറഞ്ഞ വഴിക്ക് നമ്മൾ എന്ത് ചെയ്തു, യമണ്ടൻ മീൻ വാങ്ങിയ മീനിൻ്റെ പേരെന്താണെന്ന് മറന്നു കേട്ടോ. ആ മീനിൻ്റെ ഒന്ന് റെഡിയാക്കണം. അതാണ് മെയിൻ പരിപാടി. ഇതാണ് നമ്മുടെ മീൻ. ഇതിൻ്റെ പേരെങ്ങാണ്ട് മറന്നു കേട്ടോ. നല്ല ഓർമ്മ ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ചെറിയ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനൊന്ന് ക്ലീൻ ചെയ്യണം. മെയിൻ പരിപാടി ഇതിൻ്റെ ഞാൻ വീഡിയോയിൽ സമ്മതിക്കുന്നു. അപ്പോൾ ചേട്ടനാണ് എനിക്ക് ഫുൾ ക്ലീൻ ചെയ്ത് തന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രമേ ചെയ്തുള്ളൂ. ആളെന്ത് എല്ലാം എനിക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു തന്നു. ഇത് കൊട്ടിന്ന് പിടിച്ച മീനായതുകൊണ്ട് അത്യാവശ്യം ഇടത്ത് വെള്ളം ആൾ കഴുകി തന്നായിരുന്നു. ലാസ്റ്റ് ഉപ്പിട്ടൊക്കെ കഴുകി. കാരണം ചെറിയ മോനൂടെയൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ അതിന് ഒരു ബ്ലഡ് പോലും ഇരിക്കരുതെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആൾ ചെയ്തു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ആളാണ് എന്ത് ചെയ്തു എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എനിക്ക് തരുന്നത്. അപ്പം ഞാനവിടെ ഉണ്ടാകും നിന്നാൽ മാത്രമേ ബാക്കി പരിപാടിയിൽ ആൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നോളൂ. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് എന്ത് ചെയ്തു, മീൻ എന്ത് ചെയ്തു മസാലയൊക്കെ വെച്ചു. അതിൻ്റെ രീതി ഞാൻ എടുക്കാൻ മറന്നായിരുന്നു. അതിൻ്റെ രീതിയിൽ ഞാൻ എവിടെ വെക്കും. അങ്ങനെ എണ്ണയൊക്കെ എന്ത് ചെയ്ത് ഒഴിച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് മീൻ എന്ത് ചെയ്തു ഫ്രൈ ചെയ്യാൻ തുടങ്ങി. ഫ്രൈ ചെയ്ത് നമുക്ക് ഇന്ന് നൈറ്റ് കിടന്ന് കുറച്ച് നാളത്തേക്ക് കിടന്നാണ് മെയിൻ പരിപാടി. കാരണം അമ്മ ഉണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അപ്പോൾ അനിയത്തി നാളെ ഹോസ്റ്റലിൽ പോകുന്നത്. അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് എന്ത് ചെയ്തു ഒന്ന് സ്പെഷ്യലായിട്ട് മീനൊക്കെ പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് വാങ്ങിയത്. അതുപോലെ തന്നെ അമ്മ ഇന്ന് പോകും 2 കൂടെയൊക്കെ ആയിട്ടാണ് വാങ്ങി. അങ്ങനെ കായലിൽ മീനൊക്കെ പൊരിച്ച് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. മീൻ ചാറ് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഭയങ്കര ഇഷ്ടം ചോറിനായിട്ട്. അപ്പോൾ മീൻ വെച്ച് കുറച്ച് തോരനുണ്ട്. അപ്പോൾ രാത്രിക്കുള്ള പക്ഷേ അപ്പോൾ നമ്മൾ സാധാരണ നൈറ്റ് എന്തെങ്കിലും ചോറ് വയ്ക്കാറില്ല, കഴിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും അപ്പോഴത്തേക്ക് മീനുള്ളതൊന്നും എന്തെങ്കിലും ചോറ് പെട്ടെന്ന് വെച്ചതാണ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ നേരെ അന്വേഷിച്ച് റോഡിൽ പോയി നൈറ്റ് ചാർജ് അടിക്കാം. ആ രീതിയിൽ എന്ത് ചെയ്യും റോഡിൽ പോയി. കാരണം ആൾ നന്നായിട്ട് ചാർജ് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ബാറ്റ് വേറെ ഒന്നുമല്ല, ഇവന് പോകുമ്പോൾ ബാറ്റ് കൊണ്ടുപോയേ പറ്റും. അങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചുകൊണ്ടുവരാൻ അങ്ങനെ പെട്ടെന്നൊരു ചമ്മന്തി കൂട്ടൊരു പുളി കറി ഉണ്ടാക്കി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് ശേഷം ഞാൻ പോയി കിടന്ന് തുടങ്ങി. അപ്പോൾ ബൈ, ലവ് യു ഓൾ. ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.